ഹലോ എവരി വൺ. ഇന്ന് നമ്മളുടെ മോൾ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൻ്റെ അവസാനത്തെ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പം കുറേ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. എന്താണ് മോൾ എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ വോളിയം ഓഫ് ഗ്യാസസും മോളും അല്ലെങ്കിൽ മോൾസും എങ്ങനെയാണ് റിലേറ്റഡ് ആയിട്ടുള്ളത് എന്നുള്ളത്. അപ്പോൾ ഗ്യാസസ് എന്ന് പറയുന്നത് സ്പെഷ്യൽ കേസസ് ആണ് അല്ലേ. ഗ്യാസസിൻ്റെ പ്രത്യേകതകൾ നമ്മൾ ഓൾറെഡി പഠിച്ചു. അതുകൊണ്ട് തന്നെ ഗ്യാസിനെ റൂൾ ചെയ്യുന്ന ലോസ് പലതും ഉണ്ട്, അതിൻ്റെ കോൺസെപ്റ്റും പലതുമുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് ഈ വോളിയം ഓഫ് ഗ്യാസും മോളും എങ്ങനെയാണ് റിലേറ്റഡ് എന്നുള്ളത്. അപ്പോൾ അതിലാദ്യം നമ്മൾ അവഗാഡ്രോസ് ലോനെ ഒന്നും കൂടി നോക്കുകയാണ്. അപ്പോൾ അവഗാഡ്രോ ലോ പ്രകാരം ഒരു കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറിലും പ്രഷറിലും പലതരം ഗ്യാസ് നമ്മൾ എടുക്കുന്നു വിചാരിക്കുക. ഈക്വൽ വോളിയം ഓഫ് ഓക്സിജൻ, ഹൈഡ്രജൻ, നൈട്രജൻ, അങ്ങനെ ഒരേ വോളിയത്തിലുള്ള പലതരം ഗ്യാസസ് നമ്മൾ ഒരു കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറിലും പ്രഷറിലും എടുക്കുകയാണെങ്കിൽ ആ എടുത്ത ഗ്യാസിൻ്റെ ഉള്ളിൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഒന്നും കൂടെ പറയാം. നമ്മൾ പലതരം ഗ്യാസസ് ഒരേ വോളിയം, ഇപ്പം 5 ലിറ്ററാണ് ഓക്സിജൻ എടുക്കുന്നത്, 5 ലിറ്റർ തന്നെ നൈട്രജനും കാർബൺ ഡൈ ഓക്സൈഡും ഒക്കെ 5 ലിറ്റർ തന്നെ എടുക്കാം. ഒരു കണ്ടീഷൻ എന്താണ്? കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറും പ്രഷറായിരിക്കണം. അങ്ങനെയാണെങ്കിൽ അതിനകത്തുള്ള നൈട്രജൻ്റെ മോളിക്യൂൾസിൻ്റെ എണ്ണവും ഓക്സിജൻ്റെ മോളിക്യൂൾസ് എണ്ണവും കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂൾസിൻ്റെ എണ്ണവും സെയിം ആയിരിക്കും. അതാണ് അവഗാഡ്രോസ് ലോ പറഞ്ഞത് അല്ലേ, റിലേറ്റഡ് ടു ഗ്യാസ്. ഇനി ഇതിൽ വേറൊരു ചോദ്യം വരുന്നത് എന്താ വെച്ചാൽ, വാട്ട് ഈസ് ദ പെക്യുലാരിറ്റി ഓഫ് ദ വോളിയം ഓക്യുപ്പൈഡ് ബൈ ആൻ ഈക്വൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഓഫ് ഡിഫറെൻറ്റ് ഗ്യാസസ് കെപ്റ്റ് അറ്റ് സെയിം ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്നാണ് ചോദിച്ചത്. പെക്യുലാരിറ്റി ഓഫ് ദ വോളിയം by an equal number of molecules of different gases kept at same temperature and pressure. പെക്യുലാരിറ്റി എന്താ? നമ്മൾ മുകളിൽ തന്നെ കണ്ടു കഴിഞ്ഞു അല്ലേ. അതിൻ്റെ വോളിയം എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ദാറ്റ് ഈസ് ദ പെക്യുലാരിറ്റി ഓഫ് ദ വോളിയം. ദാറ്റ് ഈസ് ദേ ഹാവ് സെയിം വോളിയം ഓർ ഈക്വൽ വോളിയം ആയിരിക്കും അല്ലേ. ഈക്വൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ പ്രഷർ ആണെങ്കിൽ അവരുടെ വോളിയം എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അതന്നെ പെക്യുലാരിറ്റി. അപ്പം അതിന് നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്നത് എന്താ? ഏത് ഗ്യാസ് വേണമായിക്കോട്ടെ, അതിൻ്റെ നേച്ചർ എന്ത് വേണമായിക്കോട്ടെ, അത് ഒന്നും ബാധകമല്ല. ഓക്സിജൻ ആണെങ്കിലും ഹൈഡ്രജൻ ആണെങ്കിലും കാർബൺ ഡൈ ഓക്സൈഡ്, നൈട്രജൻ, എന്ത് വേണേൽ ആയിക്കോട്ടെ, അവരുടെ നമ്പർ ഓഫ് മോളിക്യൂൾസ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. അല്ലെങ്കിൽ അവർ ഓക്യുപ്പൈ ചെയ്യുന്ന വോളിയം സെയിം ആയിരിക്കും. ഒരു വ്യത്യാസവും ഉണ്ടാവില്ല. ക്ലിയർ ആയല്ലോ? ഇനി ഇവിടെ നമ്മളൊരു സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചറും പ്രഷർ എന്താണെന്നുള്ളത് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. എന്താണ് ഈ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ എന്ന് പറയുന്നത്? ഇപ്പോൾ നേരത്തെ നമ്മളിവിടെ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ, കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറും പ്രഷർ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ നമ്മൾ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറും പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെത്രയാണ്? അതിനൊരു വാല്യൂ ഉണ്ട്. ആ കോൺസ്റ്റൻറ്റ് വാല്യൂ എന്താണ് നമ്മളിവിടെ കാണാൻ പോകുന്നത്. അപ്പം കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഓൾറെഡി പഠിച്ചതല്ലേ, കെൽവിൻ സ്കെയിലാണ് നമ്മളെല്ലാ ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്നത്. അപ്പോൾ 273 കെൽവിൻ ടെമ്പറേച്ചറും അതേപോലെ പ്രഷർ എത്രയായിരിക്കണം? ഒരു അറ്റ്മോസ്ഫിയർ പ്രഷർ ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ 273 കെൽവിനും നമ്മൾ ഉപയോഗിക്കുന്ന പ്രഷർ 1 അറ്റ്മോസ്ഫിയർ ആണെങ്കിൽ അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഏത് ഗ്യാസ് വേണമെങ്കിലും ഈ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കോൺസ്റ്റൻ്റ് ആയിട്ട് 273 കെൽവിനും 1 അറ്റ്മോസ്ഫിയർ പ്രഷറിൽ എടുക്കുകയാണെങ്കിൽ ആ ഇതിനെ നമ്മൾ ഷോർട്ടായിട്ട് വിളിക്കുന്നത് STP എന്നാണ്, സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ പ്രഷർ. What is STP? STP stands for Standard Temperature and Pressure with a temperature of 273 Kelvin and pressure at 1 atmosphere. അതാണ് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊരു ഗ്യാസും നമ്മൾ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷറിൽ ഒരു മോൾ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ വോളിയം എപ്പോഴും എത്രയായിരിക്കും? 22.4 ലിറ്റേഴ്സ് ആയിരിക്കും. ഓക്കെ, ഒന്നും കൂടെ പറയാം. നമ്മൾ ടെമ്പറേച്ചർ 273 കെൽവിനും പ്രഷർ 1 അറ്റ്മോസ്ഫിയറിൽ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ആ ടെമ്പറേച്ചറിലും പ്രഷറിലും നമ്മൾ ഏത് ഗ്യാസും ഒരു മോൾ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ വോളിയം ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആയിരിക്കും. ആ കോൺസ്റ്റൻറ്റ് വാല്യൂവിനാണ് നമ്മൾ എത്ര പറയുന്നത്? 22.4 ലിറ്റർ എന്ന് പറയുന്നത്. ഈ വോളിയത്തെ നമ്മൾ വിളിക്കുന്ന പേര് മോളാർ വോളിയം അറ്റ് STP എന്നാണ്. മോളാർ വോളിയം അറ്റ് STP. ഓക്കെ, അപ്പോൾ ഒരു മോള് ഗ്യാസ് ഏത് വേണം ആയിക്കോട്ടെ, അതിൻ്റെ ടെമ്പറേച്ചർ 273 കെൽവിൻ, പ്രഷർ 1 അറ്റ്മോസ്ഫിയർ ആണെങ്കിൽ എല്ലാ ഗ്യാസും ഓക്യുപ്പൈ ചെയ്യുന്ന സ്പേസ് ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആയിരിക്കും. ആ കോൺസ്റ്റൻറ്റ് വാല്യൂ 22.4 ലിറ്റേഴ്സ് ആണ്. അതിനെ വിളിക്കുന്ന പേരാണ് മോളാർ വോളിയം അറ്റ് STP. ക്ലിയർ ആയല്ലോ? ഇത് വെച്ചിട്ട് നമുക്ക് ന്യൂമറിക്കൽസൊക്കെ ചെയ്യാനുണ്ടാവും. അപ്പം മോളാർ വോളിയം എത്രയാണെന്നുള്ളതൊക്കെ മനസ്സിലാക്കി വെക്കാം. ഇനി
ഇതാണ് നമ്മൾ ന്യൂമറിക്കൽ ചെയിൻ ഉപയോഗിക്കുന്ന ഫോർമുല. അപ്പം നമ്മൾ നമ്പർ ഓഫ് മോൾസ് ഒക്കെ കണ്ടുപിടിക്കാൻ പഠിച്ചിരുന്നു അല്ലേ. നമ്പർ ഓഫ് മോൾസ് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിച്ച് ഗിവൺ മാസ് ബൈ മോളിക്കുലാർ മാസ് നമ്മൾ പഠിച്ചിരുന്നു അല്ലേ. പക്ഷേ ഇവിടെ ഗ്യാസസിൻ്റെ കേസിൽ നമ്മൾ ഗിവൺ മാസിന് പകരം എന്താ കൊടുക്കുന്നത്, ഗിവൺ വോള്യമാണ് എടുക്കുന്നത്. ആ വോള്യം എന്തിലായിരിക്കണം, ലിറ്റേഴ്സിലായിരിക്കണം. ഓക്കെ, നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗ്യാസസ് HTP കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഗിവൺ വോള്യം ഇൻ ലിറ്റേഴ്സ് ഡിവൈഡഡ് ബൈ മോളാർ വോള്യം അറ്റ് STP. മോളാർ വോള്യം അറ്റ് STP ആയിരിക്കും. നമുക്ക് എക്സാമ്പിൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. അപ്പം നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കുന്ന ഫോർമുല ഒന്നും കൂടെ പറയാം. നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗ്യാസ് അറ്റ് STP ഈസ് ഈക്വൽ ടു ഗിവൺ വോള്യം ഇൻ ലിറ്റേഴ്സ്. ഇപ്പോൾ 10 ലിറ്ററാണ് തരുന്നെങ്കിൽ 10 ലിറ്റർ മോളാർ വോള്യം. ഇപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ആണെങ്കിൽ അതിൻ്റെ മോളാർ വോള്യം STP ആണ് എത്രയായിരിക്കും, 22.4 ലിറ്റേഴ്സ് ആയിരിക്കും അല്ലേ മോളാർ വോള്യം. അപ്പം ഇവിടെ നമുക്കതിൻ്റെ അടുത്ത ഭാഗം നോക്കാം, എന്നിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇതൊരു ടേബിൾ നമുക്കിവിടെ കംപ്ലീറ്റ് ചെയ്യണം. അപ്പം ഓക്സിജൻ്റെ കേസ് അല്ലേ, ഓക്സിജൻ്റെ കേസ് എടുക്കുമ്പം നമുക്കറിയാം ഓക്സിജൻ്റെ മോളാർ മാസ് എത്രയാണ്, മോളാർ മാസ് 2 ഓക്സിജൻ ആറ്റം കൂടി ചേർന്നല്ലേ 32 ഗ്രാം ആണ് അതിൻ്റെ എന്ത് വരുന്നത്, മോളാർ മാസ് വരും 32 ഗ്രാം ആണ്. മോളാർ മാസ് ഇസ് ഈക്വൽ ടു 32, മോളാർ മാസ് 32, ഗിവൺ മാസ് 32 ഗ്രാം. നമ്പർ ഓഫ് മോൾസ് നമ്മൾ എങ്ങനെ കാണുക, ഗിവൺ മാസ് ബൈ മോളാർ മാസ്. അപ്പോൾ 32 ഡിവൈഡഡ് ബൈ 32, അത് എത്ര മോളുണ്ട്, 1 മോളാണ്. 1 മോളിൽ വോള്യം എത്രയാണ്, 22.4 ലിറ്റേഴ്സാണ്. ക്ലിയർ ആയല്ലേ. ഓക്സിജൻ്റെ മോളാർ മാസ്, ഓക്സിജൻ മോളിക്യൂളാണല്ലേ O2, മോളാർ മാസ് 32 ആണ്. നമുക്ക് തന്ന മാസ് എത്രയാണ്, 32 ആണ്. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് കാണുക എങ്ങനെയാണ്, ഗിവൺ മാസ് ബൈ മോളാർ മാസ് അല്ലെങ്കിൽ മോളിക്കുലർ മാസ്. 32/32 1 മോൾ. വോള്യം എത്രയാണ്, 22.4 ലിറ്റർ ആണ്. ഓക്കെ, ഇനി അമോണിയ നൈട്രജൻ്റെ 14 ആണ്, പ്ലസ് ഹൈഡ്രജൻ 1 × 3. അപ്പോൾ എത്ര കിട്ടുക, 14 + 3 17 കിട്ടി. മോളാർ മാസ് 17, ഗിവൺ മാസ് 170 ഗ്രാം. നമ്പർ ഓഫ് മോൾസ് എന്താ, ഗിവൺ മാസ് 170 ഡിവൈഡഡ് ബൈ 17. ഇപ്പോൾ 17നെ കൊണ്ട് 170 ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടുക 10 ആണ്, 10 മോൾസ് ആണ് അല്ലേ, 10 മോൾസ്. അപ്പം ഒരു മോളിൻ്റെ വാല്യൂ 22.4 ലിറ്റർ ആണെങ്കിൽ 10 മോളിൻ്റെ വാല്യൂ എത്രയായിരിക്കും, 10 × 22.4 എത്രയായിരിക്കും, അത് 224 ലിറ്റേഴ്സ് ആയിരിക്കും. ഓക്കെ, 224 ലിറ്റേഴ്സ് ആയിരിക്കും വരാം. 10 മോളാണ്, ഒരു മോളാണ് 22.4 ലിറ്റർ, 10 മോളും എത്രയായി, 10 × 22.4 ലിറ്റർ. ക്ലിയർ ആയല്ലോ. ഇനി കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ, കാർബണിൻ്റെ 12, ഓക്സിജൻ്റെ 32 നമ്മൾ മോൾ എഴുതിയിട്ടുണ്ട്. രണ്ടും കൂടെ പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക 44 ആണ്. അപ്പം നമ്പർ ഓഫ് മോൾസ് ഇവിടെ 3 ആണ് കിട്ടിയിട്ടുണ്ട്. നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് ഗിവൺ മാസ് എത്രയാണ് നമുക്കറിയില്ല. അപ്പോൾ നമ്മൾ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഒന്ന് യൂസ് ചെയ്യാം. നമ്പർ ഓഫ് മോൾസ് ഇസ് ഈക്വൽ ടു ഗിവൺ മാസ്. ഗിവൺ മാസ് നമ്മൾ എക്സ് വിചാരിക്കുക, ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ അതിൻ്റെ മോളാർ മാസ് 44. ഇനി എക്സ് ഈക്വൽ എന്താ ചെയ്യുക, നമ്മൾ ഈ 44നെ ഇങ്ങോട്ടേക്ക് മാറ്റാം, ഈക്വൽസിൻ്റെ ലെഫ്റ്റിലേക്ക് കൊണ്ടുവന്ന് അതെന്തായി, എക്സ് ഈസ് ഈക്വൽ ടു 3 × 44 എന്നാവും. അപ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എത്രയാണ്, 4 3s are 12, 4 3s are 12 + 1 13, 132 ഗ്രാം എന്നാണ് കിട്ടുക. ഓക്കെ, അപ്പോൾ ഇവിടെ ഗിവൺ മാസ് എത്രയാണ്, 132 ഗ്രാമാണ്. അപ്പോൾ ആ 132നെ നമ്മൾ 44 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 3 ആയിരിക്കും. ഓക്കെ, 3 ആയിരിക്കും. ഇനി ഇതിൻ്റെ വോള്യം എത്രയാണ്, വോള്യം നമ്മൾ ചെയ്യേണ്ടത് 3 × 22.4. അപ്പോൾ 4 3s are 12, 3 2s are 6 + 1 7, 3 2s are 6. അപ്പോൾ എത്രയായി, 67.2 ലിറ്റേഴ്സായി. ഓക്കെ, ക്ലിയർ ആയോ. ഇനി നൈട്രജൻ ഡൈ ഓക്സൈഡ് ഉണ്ട്, നൈട്രജൻ്റെ 14, ഓക്സിജൻ്റെ 32. അപ്പോൾ നമുക്ക് കിട്ടുക 46 അല്ലേ, 46 കിട്ടി. ഇനി നമുക്ക് ഇവിടുത്തെ നമ്പർ ഓഫ് മോൾസ് 2 എന്നുള്ളത് വീണ്ടും ഇതേപോലെ തന്നെ 2 ഈസ് ഈക്വൽ ടു ഗിവൺ മാസ് അറിയില്ല, ഗിവൺ മാസ് കാണണം, എക്സ് ഡിവൈഡഡ് ബൈ 46. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ എന്തായി, എക്സ് ഈസ് ഈക്വൽ ടു 2 × 46. അപ്പോൾ 92 ഗ്രാം എന്ന് കിട്ടി, 92 ഗ്രാംസ്. അപ്പോൾ 46 × 2 92 ഡിവൈഡഡ് ബൈ 246 ചെയ്താൽ നമുക്ക് 2 മോൾസ് എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ എത്ര ലിറ്റേഴ്സ് ഉണ്ടാവും, 2 ×
22.4 ലിറ്റേഴ്സ്. അപ്പോൾ എത്രയായി? 44.8 ലിറ്റേഴ്സ്. ക്ലിയർ ആയല്ലോ? ഇങ്ങനെയാണ് നമ്മൾ വോള്യൂമും എന്താണ് നമുക്ക് തരേണ്ടത് മുകളിലുള്ള ഫോർമുല വെച്ചിട്ട് കണ്ടുപിടിക്കേണ്ടത്. ക്ലിയർ ആയല്ലോ? ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് നമ്മളുടെ കെമിസ്ട്രിയിലത്തെ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എന്ന് പറയുന്നത്. എപ്പോഴും നമ്മൾ ഈ കെമിസ്ട്രിയിൽ ഐഡിയൽ എന്ന് പറയുന്ന ആ ഒരു വേർഡ് കേൾക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ അതൊരു സാങ്കല്പികമായിട്ടുള്ള സംഭവമാണ്. യഥാർത്ഥത്തിൽ ഐഡിയൽ എന്ന് പറയുന്ന സാധനം ഇല്ല. ഐഡിയൽ സിറ്റുവേഷൻ നമ്മൾ മനസ്സിൽ ആഗ്രഹിക്കുന്നതാണ് ഐഡിയൽ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എന്ന് പറയുന്നത് എല്ലാ ഗ്യാസും ഫോളോ ചെയ്യുന്ന ഒരു, അല്ലെങ്കിൽ എല്ലാ മാതിരിയുള്ള ക്വാളിറ്റീസ് ഉള്ള ഒരു ഗ്യാസ് ഫോളോ ചെയ്യുന്ന ഇക്വേഷനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ചിരുന്ന 3 ഗ്യാസ് ഇക്വേഷൻസ് ഉണ്ടല്ലോ, ആ 3 ഗ്യാസ് ഇക്വേഷൻസ് കൂടി കലർത്തുന്ന ഒരു ഇക്വേഷനാണ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. ഓക്കെ, അപ്പം ബോയിൽസ് ലോ, ചാൾസ് ലോ, അവഗാഡ്രോസ് ലോ, ഇത് 3 കൂടി കൂട്ടുക, ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു എക്സ്പ്രഷനാണ് എന്ത്? ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പം മുകളിലുള്ളത് ബോയിൽസ് ലോ, വി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 1/p. ചാൾസ് ലോ എന്താ? വി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടി. ആൻഡ് അവഗാഡ്രോസ് ലോ നമ്മൾ നേരത്തെ കണ്ടു, വോളിയം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് മോൾസ് അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ. ഇനി 3 കൂടി നമുക്ക് അങ്ങോട്ട് കൂട്ടിയാൽ എന്താ കിട്ടുക നോക്കാം. ഇങ്ങനെയായിരിക്കും വരുന്നത് അല്ലേ? 3 കൂടി അങ്ങോട്ട് കൂട്ടിക്കഴിഞ്ഞാൽ വി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 1/p ഇൻറ്റു ടി ഇൻറ്റു എൻ അല്ലേ? 3 കൂടി അങ്ങോട്ട് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനൊരു വാല്യൂ ആണ് കിട്ടുന്നത്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഈ പ്രൊപ്പോർഷണാലിറ്റി സൈൻ ഇവിടുന്ന് മാറ്റണം അല്ലേ? പ്രൊപ്പോർഷണാലിറ്റി സൈൻ വെച്ചിട്ട് നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല? പ്രോബ്ലംസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ പ്രൊപ്പോർഷണാലിറ്റി സൈൻ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ സാധാരണ ഫിസിക്സിലും മാത്സിലൊക്കെ ചെയ്യുന്ന റൂൾ എന്താ വെച്ചാൽ അതവിടെ നിന്ന് മാറ്റി അവിടെ നമ്മളൊരു കോൺസ്റ്റൻറ്റ് വാല്യൂ കൊടുക്കും. ഇവിടെ നമ്മൾ കൊടുക്കുന്ന വാല്യൂ കോൺസ്റ്റൻറ്റ് R ആണ്. അതിന് യൂണിവേഴ്സൽ അല്ലെങ്കിൽ ഐഡിയൽ ഗ്യാസ് കോൺസ്റ്റൻറ്റ് എന്ന് പറയും, R. അപ്പം നമ്മളുടെ ഇക്വേഷൻ എങ്ങനെയായി? R ഇൻറ്റു 1/p ഇൻറ്റു ടി ഇൻറ്റു എൻ അല്ലേ? എങ്ങനെയായി? ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ എന്താ ചെയ്യുന്നത്? ഈ പീനെ, ഇവിടെയുള്ള പീനെ, ഡിവിഷനിലെ പീനെ നമ്മൾ ഈക്വൽസിൻ്റെ ലെഫ്റ്റിലേക്ക് കൊണ്ടുപോകാം. അപ്പോൾ അതെന്തായി? മൾട്ടിപ്ലിക്കേഷനിലേക്ക് പോകും. അപ്പോൾ ഇക്വേഷൻ ഒന്നും കൂടി മോഡിഫൈ ചെയ്തിട്ട് എന്തായി? PV9. PV ഇസ് ഈക്വൽ ടു NRT. ഇത് ഞാനൊന്ന് സ്റ്റാൻഡർഡൈസ് ചെയ്ത് എഴുതിയതാണ്. ഇതിനാണ് നമ്മൾ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എന്ന് പറയുന്നത്. പ്രൊഡക്റ്റ് ഓഫ് എന്താണ്? പ്രഷർ ആൻഡ് വോളിയം ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു ഗ്യാസ് കോൺസ്റ്റൻറ്റ് ഇൻറ്റു ടെമ്പറേച്ചർ. ഇതാണ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. PV is a constant into NT. This constant is known as universal gas constant. അതാണ് R അല്ലേ? യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റ് എന്ന് പറയും. PV is equal to NRT. ഇതാണ് നമ്മളുടെ യൂണിവേഴ്സൽ ഗ്യാസ് ഇക്വേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എന്ന് പറയും. അപ്പം ഈ PV is equal to NRT എന്ന് പറയുന്ന ആ ഒരു ലോ ഒബേ ചെയ്യുന്ന ഗ്യാസസ് നമ്മൾ വിളിക്കുന്ന പേര് ഐഡിയൽ ഗ്യാസസ് എന്നാണ്. ഓക്കെ, അപ്പം ഈ റൂള് ഫോളോ ചെയ്യുന്ന ഗ്യാസസ് നമ്മൾ മൊത്തം വിളിക്കുന്ന പേര് ഐഡിയൽ ഗ്യാസസ്. അറ്റ് ഓൾ ടെമ്പറേച്ചർ ആൻഡ് പ്രഷറിലും ഇവർ ഈ PV is equal to NRT എന്ന് പറയുന്ന റൂൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ആ ഗ്യാസ് നമ്മൾ വിളിക്കുന്ന എന്താണ്? ഐഡിയൽ ഗ്യാസസ് എന്നാണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇനി ഇവിടെ നമുക്ക് ചെറിയൊരു പ്രോബ്ലം ചെയ്യാനുണ്ട്. ഇപ്പോൾ ക്വസ്റ്റ്യൻ എന്താ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 224 ലിറ്റേഴ്സ് ഓക്സിജൻ ഗ്യാസ് ഇസ് ടേക്കൺ അറ്റ് STP. ഇവിടെ 224 ലിറ്റർ ഓക്സിജൻ ആ ഗ്യാസാണ് എടുത്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ അകത്ത് എത്ര മോൾസ് ഓഫ് ഓക്സിജൻ ഉണ്ടാവുന്നതാണ് ക്വസ്റ്റ്യൻ അല്ലേ? അവിടെ 224 ലിറ്റർ ഓക്സിജനാണ്, അതിനകത്ത് എത്ര മോൾസ് ഓഫ് ഓക്സിജൻ ഉണ്ടാവുമെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കുന്ന വഴി നേരത്തെ നമ്മൾ കണ്ടിരുന്നു അല്ലേ? എങ്ങനെ നമ്മൾ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കുക എന്നുള്ളത്. അപ്പം നമ്മളുടെ ഫോർമുല എന്തായിരുന്നു? നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗ്യാസസ് ആണെങ്കിൽ നമ്പർ ഓഫ് മോൾസ് ഈക്വൽ ടു, ഇവിടെ വോള്യമാണ് അല്ലേ? ഇവിടെ നമ്മൾ വോള്യമാണ് നോക്കി, 224 ഗിവൺ വോള്യം. അപ്പോൾ ഗിവൺ വോള്യം ഡിവൈഡഡ് ബൈ അതിൻ്റെ മോളാർ വോള്യം. ഗിവൺ വോള്യം ബൈ മോളാർ വോള്യം. അപ്പോൾ ഇവിടെ ഗിവൺ വോള്യം എത്രയാണ്? 224 ലിറ്റേഴ്സ് ആണ് അല്ലേ? ഗിവൺ വോള്യം 224 ലിറ്റേഴ്സ് ആണ്.
മോളാർ വോളിയം എത്രയാണ് നമ്മൾ പറഞ്ഞ എപ്പോഴും കോൺസ്റ്റൻറ്റ് വാല്യൂ ആയിരിക്കും. അത് എത്രയാണ്? 22.4 ലിറ്റേഴ്സ് ആയിരിക്കും അല്ലേ? അതാണ് മോളാർ വോളിയം. അപ്പോൾ 224നെ 22.4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഡെസിമൽ പ്ലേസ് കളയാൻ എന്ത് ചെയ്യും? ഇപ്പം പോയിൻ്റ് കഴിഞ്ഞിട്ട് ഒരു നമ്പർ വരാണ് 10 കൊണ്ട് ഇൻറ്റു ചെയ്യണം. പോയിൻ്റ് കഴിഞ്ഞിട്ട് 2 നമ്പർ വരാണെങ്കിൽ 100 കൊണ്ട് ഇൻറ്റു ചെയ്യണം. അങ്ങനെ നമ്മൾ ഡെസിമൽ പോയിൻ്റ് ഒഴിവാക്കാം. അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം 224 ഇൻറ്റു 10 ചെയ്താൽ നമുക്ക് 2240 എന്ന് കിട്ടും. ഇവിടെ അതേപോലെ ഇൻറ്റു ചെയ്താൽ 2240 എന്ന് വന്ന് പിന്നെ ഇവിടെ പോയിൻ്റ് കഴിഞ്ഞാൽ എത്ര നമ്പർ ഉണ്ട്? ഒരു നമ്പർ ഉണ്ട്. അപ്പോൾ ഒരു നമ്പർ എന്ന് പറഞ്ഞാൽ എവിടെ കൊണ്ടിടാം? നമ്മൾ പോയിൻ്റ് ഇവിടെ ഇടാം അല്ലേ? അവിടെ ഇട്ട്. അപ്പോൾ ഈ 0 പിന്നെ ആവശ്യമില്ല. ആ 0 നമുക്ക് ഒഴിവാക്കാം. അങ്ങനെയാണ് നമുക്ക് കിട്ടിയത് 224 എന്നായത് അല്ലേ? 224. ഇനി 224നെ കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 224 ഒരു പ്രാവശ്യം ഈ 0 മോളിട്ടാൽ 10 എന്നായി. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് എത്രയാണ്? 10 മോൾസ് ആണ്. ക്ലിയർ ആയോ? ഹൗ മെനി മോൾസ് ഓഫ് ഓക്സിജൻ ആർ ദെയർ ഇൻ ഇറ്റ്? 10 മോൾസ് ഓഫ് ഓക്സിജൻ ഉണ്ട്. ഇനി അടുത്ത ചോദ്യം, അതിനകത്ത് എത്ര മോളിക്യൂൾസ് ഉണ്ടാവുന്ന ഇപ്പോൾ നമ്മൾ ഓൾറെഡി പഠിച്ച എന്താ? ഒരു മോൾ ഓക്സിജൻ എടുക്കുകയാണെങ്കിൽ, ഒരു മോൾ പറഞ്ഞാൽ ഒരു മോൾ ഓക്സിജൻ ഒറ്റ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് അവഗാഡ്രോ നമ്പേഴ്സ് ഉണ്ടാവുമെന്ന് പറഞ്ഞല്ലേ? അപ്പോൾ 10 മോൾ എടുത്തു കഴിഞ്ഞാലോ 10 ഇൻറ്റു ഒരു മോളിൽ എത്രയാണ്? അവഗാഡ്രോ നമ്പർ 6.022 ഇൻറ്റു 10⁻23 മോളിക്യൂൾസ് ഉണ്ടാവും നമ്മൾ പഠിച്ചതാണ്. പക്ഷേ നമ്മളെടുത്തുള്ളത് ഒരു മോളല്ല. നമ്മളെടുത്തുള്ള എത്ര മോളുണ്ട്? 10 മോൾസ് ഉണ്ട്. അപ്പോൾ 10 മോളിൽ എത്ര ഉണ്ടാവും? 10 ഇൻറ്റു ഒരു മോളിലുള്ള വാല്യൂ 6.022 ഇൻറ്റു 10⁻23 ആണ്. അപ്പോൾ നിങ്ങളിവിടെ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, ഇവിടെ ശരിക്കും കണ്ടോ, ഇവിടെ 10⁻23 10 ഉണ്ട്. അപ്പോൾ ഒരു 10 കൂടി ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് എന്താ സംഭവിക്കുക? നിങ്ങൾ ഈ 23 മാറ്റി അവിടെ എത്തിട്ടാൽ മതി, 24 ആക്കിയാൽ മതി. ഓക്കെ, ഒരു 10 കൂടി കൂടല്ലേ? നിങ്ങൾ വേറെ ഒന്നും ഇൻറ്റു ചെയ്യാനൊന്നും നിൽക്കണ്ട. നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? 6.022 ഇൻറ്റു 10⁻23ൻ്റെ കൂടെ ഒരു 10 കൂടി കൂടിക്കഴിഞ്ഞാൽ ഇവിടെ ആൻസർ എന്താവും? 10⁻24 എന്നാവും. അപ്പോൾ അതിനൊരു ഇതൊക്കെ ഉണ്ട്, മാത്സിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. a⁻m ഇൻറ്റു a⁻n ഈസ് ഈക്വൽ ടു a⁻m+n എന്ന് പറയുന്ന മാത്സിൻ്റെ ഐഡൻറ്റിറ്റിയാണ് നമ്മൾ യൂസ് ചെയ്തത്. ഓക്കെ, അതുകൊണ്ട് പവർ നമ്മൾ എന്താ ആഡ് ചെയ്യും? a⁻m+n. അപ്പോൾ ഇവിടെ 10⁻1 ആണ്. 1 അവിടെ എഴുതിയില്ല, പക്ഷേ അങ്ങനെയാണ് വരുന്നത്. 10⁻1 ഇൻറ്റു 10⁻23 ഈസ് ഈക്വൽ ടു 10⁻23 + 1 24. അങ്ങനെ നമുക്ക് 10⁻24 കിട്ടിയ. ക്ലിയർ ആയല്ലോ? അപ്പോൾ എത്ര മോളിക്യൂൾസ് ഉണ്ട്? 6.022 ഇൻറ്റു 10⁻24 മോളിക്യൂൾസ് ഉണ്ട്. പിന്നെ നമ്മളടുത്ത് ചോദിച്ചു ഇതിൻ്റെ മാസ് കാൽക്കുലേറ്റ് ചെയ്യാൻ. മാസ് ഓഫ് ദ സാമ്പിൾ, മാസ് എത്രയുണ്ടെന്നാണ് ചോദിച്ചത്. അപ്പം നമ്മൾ ഓൾറെഡി അറിഞ്ഞു വെച്ച കാര്യം തന്നെ ഒന്നും കൂടി ചെയ്ത് കാണിച്ചു തരാം. കാൽക്കുലേറ്റ് ദ മാസ് ഓഫ് ദിസ് ഓക്സിജൻ സാമ്പിൾ. ഇവിടെ നിങ്ങൾക്ക് ഹിൻറ്റ്, ഒരു ഓക്സിജൻ ആറ്റത്തിൻ്റെ ആറ്റമിക് മാസ് 16 ആണ്. അങ്ങനത്തെ എത്ര ഓക്സിജൻ ഉണ്ട്? 2 ഓക്സിജൻ അല്ലേ? അപ്പം O2ൽ അതാണ് ഓക്സിജൻ മോളിക്യൂൾ എന്ന് പറയുന്നത്. എത്ര ഉണ്ട്? ആറ്റമിക് മാസ് 32 ആയി O2ൻ്റെ. നമുക്കിവിടെ എത്ര ഉണ്ട്? 10 മോൾസ് ഉണ്ട് അല്ലേ? 10 മോൾസ് ഉണ്ട്. അപ്പം ആറ്റമിക് മാസ് ഓഫ് 1 ഓക്സിജൻ മോളിക്യൂൾ ഈസ് 32 grams ആണ്. മാസ് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ? ഗ്രാമിൽ നമുക്ക് എപ്പോഴും എഴുതി കാണിക്കണം. അപ്പം 32 ഇൻറ്റു എത്ര മോൾസ് ഉണ്ട്? 10 മോളുണ്ട്. ഒരു മോളിൽ 32 ഗ്രാം. അങ്ങനെ 10 മോളിലാണെങ്കിൽ 10 ഇൻറ്റു 32 മാസ് എന്തായിരിക്കും? 320 ഗ്രാം ആയിരിക്കും. ഓക്കെ, മാസ് ഓഫ് ദിസ് ഓക്സിജൻ സാമ്പിൾ എത്രയാണ്? 320 grams ആയിരിക്കും. അപ്പം മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾ വീഡിയോ ഒന്നും കൂടി കാണണം, എന്നിട്ട് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാം. ഓക്കെ, ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ? ഫൈൻഡ് ദ സാമ്പിൾസ് വിത്ത് ഈക്വൽ വോള്യൂംസ് ഫ്രം ദ വൺസ് ഗിവൺ ബിലോ അറ്റ് STP. അപ്പോൾ ഇതിൽ തന്നതിൽ STPയിൽ ഈക്വൽ വോള്യൂം വരുന്ന ഏതൊക്കെയോ കോമ്പൗണ്ട്സ് ഉണ്ട്, അല്ലെങ്കിൽ ഏതൊക്കെയോ മോളിക്യൂൾസ് ഉണ്ട്. അത് 2 എണ്ണം ഏതാ നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ 64 ഗ്രാം ഓക്സിജൻ അല്ലേ? ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഓക്സിജൻ മോളിക്യൂളിൻ്റെ അതിൻ്റെ ആറ്റമിക് മാസ് എത്രയാണ്? 32 ഗ്രാമാണ്. അപ്പോൾ 64 ഗ്രാം എന്ന് പറഞ്ഞാൽ അതിൽ എത്ര ഉണ്ട്? 2 മോൾസ് ഇല്ല ഇവിടെ. 1 മോൾ എന്ന് പറഞ്ഞാൽ 32 ഗ്രാമാണ്. അപ്പോൾ ഇവിടെ എത്ര മോൾസ് ഉണ്ട്? 2 മോൾസ് ഉണ്ട്. ഓക്കെ, ഇനി ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ 32ഉം 12ഉം എത്രയാണ്? 44. അപ്പോൾ ഇവിടെ എത്ര മോളുണ്ട്? 1 മോളേ ഉള്ളൂ. ഇനി അമോണിയ
2 ഇൻറ്റു അവഗാഡ്രോ നമ്പർ മോളിക്യൂൾസ് ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ നോക്കുകയാണെങ്കിൽ 2 ഇൻറ്റു ഈ 2 എന്താ, മോൾസ് അല്ലേ, 2 മോൾസ് അല്ലേ. അവിടെ 2 എന്ന് ഇട്ട് കഴിഞ്ഞാൽ 2 ഇൻറ്റു അവഗാഡ്രോ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്, എത്ര മോളിക്യൂൾസ് ഉണ്ട്, 2 ഇൻറ്റു 12 മൈൻഡൊന്നും ചെയ്യേണ്ട. ഇപ്പോൾ ഈ മുമ്പിലിട്ട് 2 എന്താണെന്ന് മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അതെന്താ, നമ്പർ ഓഫ് മോൾസ് ആണ്. നമ്മൾ നേരത്തെ ഒരു പ്രോബ്ലം അവിടെ ചെയ്ത് കാണിച്ചില്ലേ, 2 ഇൻറ്റു അല്ലെങ്കിൽ 10 ഇൻറ്റു ഒക്കെ ചെയ്ത് കാണിച്ചില്ലേ. അപ്പം അവഗാഡ്രോ നമ്പറിന് മുമ്പിലുള്ള വാല്യൂ എന്താ, അതിൻ്റെ മോൾസാണ്. ഓക്കെ, നമ്മൾ മോൾസ് കണ്ടുപിടിച്ചില്ലേ. അപ്പോൾ ഇവിടെ 2 മോൾസ് ഉണ്ട്, ഏത്, അമോണിയ. നമ്മുടെ അടുത്ത് ചോദിച്ചാൽ എന്താ, ഈക്വൽ വോളിയൂംസ് ഫ്രം 1 ഗിവൺ നെറ്റ്. അപ്പോൾ 2 മോൾ എന്ന് പറഞ്ഞ വോളിയം എത്രയാണ്, ഒരു മോളിന് 22.4 ലിറ്ററാണ്. അപ്പോൾ 2 മോൾ എന്ന് പറഞ്ഞാൽ എത്രയാണ്, 22.4 ഇൻറ്റു 2 ചെയ്താൽ നമുക്ക് 44.8 എന്ന് കിട്ടും. 44.8. ഇവിടെ ഒരു മോളേ ഉള്ളൂ. ഒരു മോൾ എന്ന് പറഞ്ഞാൽ വോളിയം എത്രയാണ്, 22.4 ആണ്. ഇവിടെ 2 മോളുണ്ട്, അപ്പോൾ വോളിയം എത്രയാണ്, 44.8 ആണ്. അപ്പം രണ്ടും ഈക്വൽ വരുന്ന വോളിയം വരുന്ന ഏതാണെന്നാണ് ചോദിച്ചത്. അപ്പോൾ ഏതാ, എ ആൻഡ് സി. ഓക്കെ, എ ആൻഡ് സി. ക്ലിയർ ആയല്ലോ ഇത് ചെയ്തത്. ഓക്കെ, ഇനി കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് ഈ മോൾ കോൺസെപ്റ്റും കെമിക്കൽ ഇക്വേഷൻസും തമ്മിൽ എങ്ങനെയാണ് നമ്മൾ ബന്ധപ്പെടുത്തുക, റിലേറ്റ് ചെയ്യുക. വളരെ വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ് കെമിസ്ട്രീൻ്റെ. ശ്രദ്ധിച്ച് പഠിക്കുക. ഇനി നിങ്ങൾ എത്ര കാലം കെമിസ്ട്രി പഠിക്കുന്നോ ആ സമയത്തൊക്കെ ഈ സാധനം നിങ്ങളുടെ കൂടെ ഉണ്ടാവും, അറിഞ്ഞിരിക്കണം. ABCD ആണത് കെമിസ്ട്രീൻ്റെ. ഓക്കെ, കെമിക്കൽ ഇക്വേഷൻസിൻ്റെ ABCD തന്നെ പറയാം. ഇനി വാട്ട് ഈസ് ദ മാസ് ഓഫ് 1 മോൾ ഓക്സിജൻ? ഒരു മോൾ ഓക്സിജൻ്റെ മാസ് എത്രയാണ്? നേരത്തെ എഴുതി കാണിച്ചിട്ടുള്ളൂ അല്ലേ. ഒരു മോൾ ഓക്സിജൻ്റെ മാസ് എത്രയാണ്, ഗ്രാംസിൽ എഴുതുമ്പം 32 ഗ്രാം ആയിരിക്കണം. ഓക്കെ, 32 ഗ്രാമാണ്. അപ്പം എത്ര വരുന്നത്, 32 ഗ്രാമാണ് മാസ് ഓഫ് 1 മോൾ ഓഫ് ഓക്സിജൻ. ഓക്കെ, ജസ്റ്റ് ഇതൊരു ക്വസ്റ്റ്യൻ ചോദിച്ചെന്ന് മാത്രം. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ, 4 ഗ്രാം ഹൈഡ്രജൻ പ്ലസ് 32 ഗ്രാം ഓക്സിജൻ ഗീവ്സ് 36 ഗ്രാംസ് ഓഫ് വാട്ടർ അല്ലേ. 36 ഗ്രാം വാട്ടറാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി ഇതിനെ നമുക്ക് മോൾസിൽ ഒന്ന് മാറ്റിയത് എന്താ വരിക, 4 ഗ്രാം ഹൈഡ്രജൻ പറഞ്ഞാൽ എത്ര മോൾസ് ഹൈഡ്രജനാണ് ഇവിടെ, 1 മോൾ ഹൈഡ്രജൻ പറഞ്ഞാൽ H2 എന്ന് പറഞ്ഞാൽ എത്ര മോൾസാണ്, H2 ആണ് അവിടെ. ഇപ്പോൾ 2 മോൾസ് അല്ലേ, 2 മോൾ. 4 ഗ്രാം എന്ന് പറഞ്ഞാൽ 2 മോൾ ഹൈഡ്രജനാണ് വരുന്നത്. ഓക്കെ, 4 ഗ്രാം എന്ന് പറഞ്ഞാൽ 2 മോൾ ഹൈഡ്രജൻ പ്ലസ് 32 ഗ്രാം എന്ന് പറഞ്ഞാൽ എത്രയാണ്, 1 മോൾ ഓക്സിജൻ. എന്തുകൊണ്ട് അവിടെ 4 ഗ്രാം എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? അപ്പോൾ ഹൈഡ്രജൻ H2 ആണ് അല്ലേ, ഹൈഡ്രജൻ H2 ആണ്. അപ്പം ഹൈഡ്രജൻ്റെ മോളിക്യൂളാണ് H2. അപ്പം ഒരു ഹൈഡ്രജൻ മോളിക്യൂളിൻ്റെ മാസ് എത്ര, 2 ഗ്രാമാണ് വരുന്നത്. അങ്ങനത്തെ 2 എണ്ണം വന്നുകൊണ്ടാണ് ഇവിടെ എന്തായത് 4 ഗ്രാം ആയത്. ഓക്കെ, അങ്ങനെയാണ്. ഇനി 1 മോൾ ഓഫ് ഓക്സിജനായിട്ട് ഇത് റിയാക്ട് ചെയ്യുമ്പം നമുക്ക് കിട്ടുന്ന എത്ര മോൾ വാട്ടറാണ്, 2 മോൾസ് ഓഫ് വാട്ടറാണ് കിട്ടുന്നത്. അതാണ് ഇതിൻ്റെ വ്യത്യാസം. ഇവിടെ ആറ്റോമിക് മാസ് പ്രകാരമാണ് കാണിച്ചത്, ഇവിടെ നമ്പർ ഓഫ് മോൾസ് പ്രകാരമാണ് സെയിം ഇക്വേഷൻ കാണിച്ചിട്ടുള്ളത്. രണ്ടിൻ്റെ വ്യത്യാസം മനസ്സിലായോ? 4 ഗ്രാം ഹൈഡ്രജൻ പറഞ്ഞാൽ 2 മോളാണ്, 32 ഗ്രാം എന്ന് പറഞ്ഞാൽ 1 മോൾ ഓക്സിജനാണ്, 36 ഗ്രാം എന്ന് പറഞ്ഞാൽ 2 മോൾ വാട്ടറാണ്, 2 മോൾ വാട്ടർ. ഓക്കെ, ഇനി ഈ ഇക്വേഷനിൽ പറയുന്നത് എന്താ, 4 ഗ്രാം കംപ്ലീറ്റ് ആയിട്ട് ഓക്സിജൻ്റെ കൂടെ റിയാക്ട് ചെയ്യുമ്പം 36 ഗ്രാം വാട്ടർ നമുക്ക് കിട്ടുന്നു. അങ്ങനെയാണെങ്കിൽ ഹൗ മെനി ഗ്രാംസ് ഓഫ് വാട്ടർ വിൽ ബി ഒബ്റ്റെയിൻഡ് ഇഫ് 40 ഗ്രാം ഹൈഡ്രജൻ റിയാക്ട്സ് കംപ്ലീറ്റ്ലി വിത്ത് ഓക്സിജൻ? നമ്മളിവിടെ കണ്ടു 4 ഗ്രാം ഹൈഡ്രജൻ കംപ്ലീറ്റ് ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് 36 ഗ്രാം വെള്ളം കിട്ടുന്നു. നമ്മുടെ ചോദിച്ച ചോദ്യം എന്താൽ 4 ഗ്രാമിൻ്റെ പകരം 40 ഗ്രാം ഹൈഡ്രജനാണ് നമ്മൾ റിയാക്ട് ചെയ്യിക്കുന്നതെങ്കിൽ എത്ര ഗ്രാം ഓക്സിജൻ ഇവിടെ ലഭിക്കും? ക്വസ്റ്റ്യൻ ക്ലിയറായി മനസ്സിലായല്ലോ. നമുക്ക് നോക്കാം എത്ര കിട്ടുമെന്ന്. അപ്പം വാട്ടർ ഒബ്റ്റെയിൻഡ് വെൻ 4 ഗ്രാം ഹൈഡ്രജൻ റിയാക്ട്സ് കംപ്ലീറ്റ്ലി. 4 ഗ്രാം ഹൈഡ്രജൻ കംപ്ലീറ്റ് ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എത്രയാണ്, 36 ഗ്രാമാണ് അല്ലേ. 36 ഗ്രാം വാട്ടറാണ് കിട്ടുന്നത്. ഇനി എല്ലാം നമ്മൾ 1 ഗ്രാം റിയാക്ട് ചെയ്യുമ്പോൾ എത്ര കിട്ടുക എന്നാണ് നോക്കേണ്ടത്. വാട്ടർ ഒബ്റ്റെയിൻഡ് വെൻ 1 ഗ്രാം ഹൈഡ്രജൻ റിയാക്ട്സ് കംപ്ലീറ്റ്ലി.
1 ഗ്രാം കിട്ടിക്കഴിഞ്ഞാൽ എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ എത്രയാണ് ചോദിച്ചത് അതിൻറ്റു 1 ഗ്രാമിൽ കിട്ടുന്ന വാല്യൂവിനെ ചെയ്താൽ പോരെ. അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് ആൻസർ കിട്ടും. പക്ഷെ അടുത്ത ചോദ്യം, എങ്ങനെയാണ് നമ്മൾ ഈ 1 ഗ്രാമിൽ എത്ര റിയാക്ട് ചെയ്യുന്നത് കണ്ടുപിടിക്കുന്നത്? എളുപ്പ വഴിയാണ്. നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇവിടെ 4 ഗ്രാം റിയാക്ട് ചെയ്താൽ 36. അപ്പോൾ 1 ഗ്രാമിൽ ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഈ 4 നേരെ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യുക, ഇവിടെ ഡിവൈഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് 36 ഡിവൈഡഡ് ബൈ 4. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 9 എന്നാണ്. ഓക്കെ, 9 ഗ്രാം എന്ന് കിട്ടും. അപ്പം 1 ഗ്രാം ഹൈഡ്രജൻ റിയാക്ട്സ് കംപ്ലീറ്റ് ചെയ്യാം. എത്ര വേണം, എത്ര വാട്ടർ കിട്ടും? 9 ഗ്രാം കിട്ടും. 1 ഗ്രാം ഹൈഡ്രജൻ കൊണ്ട് 9 ഗ്രാം വാട്ടർ കിട്ടും. ഓക്കെ, ഇങ്ങനെ എളുപ്പവഴിയിൽ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. 4 ഗ്രാമിൽ 36, അപ്പോൾ 1 എത്രയാണ്, 36/4. 1ലുള്ള ആൻസർ കിട്ടും. മനസ്സിലായോ? ഇനി വാട്ടർ ഒബ്റ്റെയിൻഡ് വെൻ 40 ഗ്രാം ഹൈഡ്രജൻ റിയാക്ട്സ് കംപ്ലീറ്റ്ലി. ഇപ്പോൾ 1 ഗ്രാമിൻ്റെ കൂടെ 9 ഗ്രാമാണ് വെള്ളം കിട്ടുന്നതെങ്കിൽ 40 ഗ്രാമിൽ എത്ര കിട്ടും? നമ്മൾ ഡയറക്റ്റായിട്ട് എന്ത് ചെയ്താൽ മതി, 9 × 40 ചെയ്താൽ പോരെ. കാരണം നമുക്കിവിടെ 1 ഗ്രാം ഹൈഡ്രജൻ റിയാക്ട് ചെയ്യുമ്പം എത്ര ഗ്രാം വാട്ടർ കിട്ടും എന്നുള്ളത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 1 കിട്ടുന്ന വാല്യൂന് ഇൻറ്റു ചെയ്താൽ പോരെ. അപ്പം 1 ഗ്രാമിൽ 9 ഗ്രാം വാട്ടർ കിട്ടുകയാണെങ്കിൽ 40 ഗ്രാം ഹൈഡ്രജന് കൂടെ എത്ര കിട്ടുന്ന കാണാൻ എന്ത് ചെയ്താൽ മതി, 9 × 40. 9 × 40 ചെയ്താൽ 9 4s are 36, 360 ഗ്രാം എന്ന് കിട്ടും. ഓക്കെ, 360 ഗ്രാം വാട്ടർ കിട്ടും 40 ഗ്രാം നമ്മളുടെ ഹൈഡ്രജൻ യൂസ് ചെയ്യുകയാണെങ്കിൽ. ക്ലിയർ ആയല്ലോ എങ്ങനെയാണ് വന്നതെന്നുള്ളത്? ഓക്കെ, ഇനി ഹൗ മച്ച് ഓക്സിജൻ ഈസ് റിക്വയർഡ്? എത്ര ഓക്സിജൻ വേണം? ഹൗ മച്ച് ഓക്സിജൻ ഈസ് റിക്വയർഡ് ഫോർ ദിസ് മച്ച് ഹൈഡ്രജൻ ടു റിയാക്ട് കംപ്ലീറ്റ്ലി ആൻഡ് ഫോം വാട്ടർ. അപ്പോൾ നമ്മളിപ്പം കണ്ടത് ഹൈഡ്രജൻ വാട്ടറിൻ്റെ കണക്ക് മാത്രമാണ് അല്ലേ, ഓക്സിജനെ പറ്റി നമ്മൾ മിണ്ടിയിട്ടേ ഇല്ല. അപ്പോൾ അടുത്ത ചോദ്യം, ഇത്രയും ഹൈഡ്രജനായിട്ട് റിയാക്ട് ചെയ്യണമെങ്കിൽ എത്ര ഓക്സിജൻ വേണം? ഒന്നും കൂടെ റിയാക്ഷനോടെ കാണിക്കാം. 4 ഗ്രാം ഹൈഡ്രജൻ, 32 ഗ്രാം ഓക്സിജൻ ഗീവ്സ് 36 ഗ്രാം വാട്ടർ അല്ലേ, ഇത്രയാണ് തന്നത്. ഇനി എത്ര ഗ്രാം ഓക്സിജൻ വേണമെന്നാണ് നമ്മളിവിടെ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും? അടുത്ത പേജിൽ പോവാം. ഓക്കെ, ഓക്സിജൻ റിക്വയർഡ് ഫോർ 4 ഗ്രാം ഹൈഡ്രജൻ ടു റിയാക്ട് എത്രയാണ്? 32 ഗ്രാം ആണ്. നേരത്തെ ചെയ്ത പോലെ തന്നെ 1 ഗ്രാം ഹൈഡ്രജൻ എത്ര വേണമെന്ന് കണ്ടുപിടിക്കാം. അടുത്തത് ഓക്സിജൻ റിക്വയർഡ് ഫോർ 4 ഗ്രാം ഹൈഡ്രജൻ 32 ആണെങ്കിൽ ഓക്സിജൻ റിക്വയർഡ് ഫോർ 1 ഗ്രാം ഹൈഡ്രജൻ ടു റിയാക്ട് കംപ്ലീറ്റ്ലി എന്തായിരിക്കും? നേരത്തെ എളുപ്പവഴി പറഞ്ഞല്ലേ, നിങ്ങൾ എന്ത് ചെയ്താൽ മതി, 4ന് 32 ആണെങ്കിൽ 1ന് കാണാൻ എന്ത് ചെയ്യുക, ഈ 32 ഡിവൈഡഡ് ബൈ 4 ചെയ്താൽ മതി. 32 ഡിവൈഡഡ് ബൈ 4 എത്ര? 8 ആണ്. ഓക്കെ, അപ്പോൾ 1 ഗ്രാം ഹൈഡ്രജൻ 8 ഗ്രാം ഓക്സിജൻ കൂടി റിയാക്ട് ചെയ്യും. ഓക്കെ, 1 ഗ്രാം ഹൈഡ്രജൻ എത്ര ഗ്രാം ഓക്സിജൻ വേണം? 8 ഗ്രാം ഓക്സിജൻ വേണം. 4 ഗ്രാമിന് 32 ഗ്രാം ആണെങ്കിൽ 1 ഗ്രാമിന് 8 ഗ്രാം. എങ്ങനെയാണ് കിട്ടിയത്? 32 ഡിവൈഡഡ് ബൈ 4 ചെയ്തു, അപ്പോൾ നമുക്ക് 8 എന്ന് കിട്ടി. ഓക്കെ, ഇനി 40 ഗ്രാം ഹൈഡ്രജൻ കംപ്ലീറ്റ് ആയിട്ട് റിയാക്ട് ചെയ്യണമെങ്കിൽ എത്ര ഓക്സിജൻ വേണം? നമ്മൾ നേരത്തെ ചെയ്തില്ലേ, 1 ഗ്രാമിന് 8 ആണെങ്കിൽ 40 ഗ്രാമിന് 8 ആയിരിക്കും. 40 × 8 ചെയ്താൽ മതി. 40 × 8 ചെയ്താൽ നമുക്ക് 320 എന്ന് കിട്ടും. 320 ഗ്രാം ഓക്സിജൻ വേണം. ഓക്കെ, 40 ഗ്രാം ഹൈഡ്രജൻ റിയാക്ട് ചെയ്യണമെങ്കിൽ എത്ര ഗ്രാം ഓക്സിജൻ വേണം? 320 ഗ്രാംസ് ഓക്സിജൻ വേണം. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇനി ഇതേ തരത്തിലുള്ള വേറൊരു ചോദ്യം. ബയോഗ്യാസ് എന്ന് പറയുന്നത് നമ്മളുടെ മീഥേനാണ്. മീഥേൻ്റെ ഫോർമുലയാണ് CH4. ഇനി ഇതിൻ്റെ കമ്പഷൻ, ഇത് കത്തുമ്പം ബേൺ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക എന്നുള്ളത്. അപ്പം മീഥേന് കത്തുമ്പം ഓക്സിജനായിട്ട് കമ്പൈൻ ചെയ്യും, റിയാക്ട് ചെയ്യും. എന്നിട്ട് നമുക്ക് കിട്ടുന്ന 2 മെയിൻ പ്രൊഡക്റ്റാണ് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും പ്ലസ് ഹീറ്റ് അല്ലേ. പ്ലസ് ഹീറ്റാണ് മെയിൻ ഇത് വരുന്നത്. ഓക്കെ, ഇനി എന്താ ഒരു തന്ന് ചോദിച്ചത്? ഇതിൻ്റെ ബേസ് ഓൺ ദ ബേസിസ് ഓഫ് മോൾസ് ആണ് നമ്മൾ ഇത് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഓൺ ദ ബേസിസ് ഓഫ് മോൾസ്. ഓൺ ദ ബേസിസ് ഓഫ് മോൾസ് ഡാഷ് മോൾ CH4. എത്ര മോള് അമോണിയ ഇവിടെ ഉണ്ട്, മീഥേൻ ഉണ്ട് ഇവിടെ. എത്ര മോൾസ് ഉണ്ട്? 1 മോൾ മീഥേൻ അല്ലേ ഉള്ളത്. ക്ലിയർ അല്ലേ? വേറെ ഒന്നും ഇവിടെ മുമ്പിൽ നമ്പേഴ്സ് ഒന്നും എഴുതാത്തതുകൊണ്ട് എത്ര മോൾ ഉണ്ട്? 1 മോൾ. 1 മോൾ മീഥേൻ പ്ലസ് എത്ര മോൾ ഓക്സിജൻ ഉണ്ട്?
2 moles ഉണ്ട് അല്ലേ, 2 mole ഓക്സിജൻ ഉണ്ട്. ഗിവ്സ് എത്ര മോൾ കാർബൺ ഡൈ ഓക്സൈഡാണ്, മുമ്പിലൊന്നും എഴുതാത്തതുകൊണ്ട് 1 മോൾ കാർബൺ ഡൈ ഓക്സൈഡ് പ്ലസ് എത്ര മോൾ വാട്ടർ ഉണ്ട്, 2 മോൾ വാട്ടർ കിട്ടി. അപ്പം നമ്മളിവിടെ മോളിൽ എഴുതിയ എന്താണ്, നമ്പർ ഓഫ് മോൾസിൻ്റെ ബേസിസ് ആണ് എഴുതിയത്. ഇനി ഓൺ ദ ബേസിസ് ഓഫ് മാസ് ആണെങ്കിൽ എത്ര ഗ്രാം ഇവിടെ ഉണ്ടാവും, CH4ൻ്റെ നമുക്ക് മാസ് കാൽക്കുലേറ്റ് ചെയ്യണം. കാർബണിൻ്റെ 12 പ്ലസ് 4 × 1 ഓക്സിജൻ്റെ ഹൈഡ്രജൻ്റെ, അപ്പോൾ ടോട്ടൽ എത്രയായി, 16 ആയി. അപ്പോൾ 16 ഗ്രാം മീത്തേൻ പ്ലസ് അല്ലേ, ഹൈഡ്രജൻ്റെ ആണ് 4, നമ്മളുടെ കാർബണിൻ്റെ 12ഉം 4ഉം കൂട്ടിയാൽ 16. അപ്പോൾ 16 ഗ്രാം മീത്തേൻ പ്ലസ് എത്ര ഓക്സിജൻ വേണം, ഓക്സിജൻ്റെ നമുക്കറിയാം, ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഇവിടെ എത്ര ഓക്സിജൻ വേണ്ടി വരും, 2 മോൾ വരുന്നുണ്ട് അല്ലേ, 2 മോൾസ് വരുന്നുണ്ട്. അപ്പോൾ 2 × 16 നമുക്ക് എത്ര വരും, 2 × 32 2 × 32 എത്രയാണ്, 64 ഗ്രാം വേണം. 64 ഗ്രാം ഓക്സിജൻ വേണം. അപ്പോൾ എത്ര ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടുന്നുണ്ട്, കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ കാർബണിൻ്റെ 12 പ്ലസ് ഓക്സിജൻ്റെ 32 വരുന്നുണ്ട് അല്ലേ, 32. അപ്പോൾ അവിടെ എത്രയായി, 44 ആയി. 44 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടും. പ്ലസ് വാട്ടർ എത്ര മോൾസ് ഉണ്ട്, വാട്ടർ 2 മോളുണ്ട്. വാട്ടറിൻ്റെ നമുക്കറിയാം എത്രയാണ്, 1 മോളിൽ 18 ആണ്. അപ്പോൾ അങ്ങനത്തെ 2 മോളുള്ളതുകൊണ്ട് 2 × 18 36 ഗ്രാം കിട്ടും. ഓക്കെ, ഇതാണ് അതിൻ്റെ മാസിൻ്റെ ബേസിൽ 16 ഗ്രാം മീത്തേൻ 64 ഗ്രാം ഓക്സിജനായിട്ട് റിയാക്ട് ചെയ്തിട്ട് 44 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡും 36 ഗ്രാം വാട്ടറും ഫോം ചെയ്യും. ഓക്കെ, ക്ലിയർ ആയല്ലോ. അപ്പം രണ്ടിന് സമ്മ ആഡ് ചെയ്താൽ നമുക്ക് 80 കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ ഇക്വേഷൻ ബാലൻസ്ഡ് ആണ്. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് ചോദിച്ചത്, വാട്ട് ഈസ് ദ മാസ് ഓഫ് ഓക്സിജൻ റിക്വയർഡ് ടു റിയാക്ട് വിത്ത് 16 ഗ്രാം ഓഫ് മീത്തേൻ അല്ലേ, 16 ഗ്രാം മീത്തേനായിട്ട് റിയാക്ട് ചെയ്യണമെങ്കിൽ എത്ര ഓക്സിജൻ വേണമെന്നാണ് ചോദിച്ചത്. എത്ര ഓക്സിജൻ വേണം, വാട്ട് ഈസ് ദ മാസ് ഓഫ് ഓക്സിജൻ റിക്വയർഡ് ടു റിയാക്ട് വിത്ത് 16 ഗ്രാം ഓഫ് മീത്തേൻ. നമ്മളിവിടെ എഴുതി വെച്ചില്ലേ, എത്ര ഉണ്ട്, 64 ഗ്രാം. ശരിയല്ലേ, 64 ഗ്രാമാണ് വേണ്ടത്. 64 ഗ്രാം 16 ഗ്രാം മീത്തേനു കൂടെ 64 ഗ്രാം ഓക്സിജൻ വേണം. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇപ്പം ചിലപ്പം ഒരു പ്രാവശ്യം നോക്കിയാൽ നിങ്ങൾക്കിത് ക്ലിയർ ആവണമെന്നില്ല, വീണ്ടും മനസ്സിലാക്കി വീണ്ടും വീഡിയോ വാച്ച് ചെയ്യണം. ഓക്കെ, മനസ്സിലായിട്ടില്ലെങ്കിൽ. ഇനി ഇവിടെ ചോദ്യം എന്താ, ഫൈൻഡ് ദ വോളിയം ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ കംപ്ലീറ്റ് കമ്പഷൻ ഓഫ് 16 ഗ്രാം ഓഫ് മീത്തേൻ അല്ലേ. കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസാണ്, വോളിയമാണ് കണ്ടുപിടിക്കേണ്ടത്. 16 ഗ്രാം മീത്തേൻ കത്തിച്ച് കഴിഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ വോളിയം എത്രയായിരിക്കും എന്നാണ് ചോദിച്ചത്. അപ്പം ഇവിടെ നമ്മൾ ആ റിയാക്ഷൻ പ്രകാരം എത്ര വരുന്ന എത്ര വരുന്ന കാർബൺ ഡൈ ഓക്സൈഡ്, 1 മോൾ കാർബൺ ഡൈ ഓക്സൈഡ് അല്ലേ ഫോം ചെയ്യുന്നുള്ളൂ. നമ്മളുടെ ഇക്വേഷൻ നേരത്തെ നമ്മൾ എഴുതിയില്ലേ, എന്തായിരുന്നത്, CH4 plus 2O2, CH4 plus 2O2 gives CO2 plus H2O. ഇപ്പോൾ ഇവിടെ എത്ര മോൾസ് ഓഫ് ഹൈഡ്രജൻ കാർബൺ ഡൈ ഓക്സൈഡ് ഫോം ചെയ്തിട്ടുണ്ട്, 1 മോളല്ലേ ഉള്ളൂ. 1 മോൾ എടുത്ത് കഴിഞ്ഞാൽ STPയിൽ എത്രയായിരിക്കും വോളിയം വരിക, വോളിയം അറ്റ് STP നമ്മളൊരു വാല്യൂ പഠിച്ചില്ലേ, എത്രയാണത്, 22.4 ലിറ്റേഴ്സ്. ഓക്കെ, 1 മോളാണ് ഫോം ചെയ്തത്, അതാണ് റിയാക്ഷൻ ഇവിടെ എഴുതി കാണിച്ചത്. 1 മോളാണെങ്കിൽ അതിൻ്റെ വോളിയം എപ്പോഴും എന്തായിരിക്കും അറ്റ് STP, 22.4 ലിറ്റേഴ്സ് ആയിരിക്കും. മനസ്സിലായല്ലോ. ഓക്കെ, അടുത്ത വേറൊരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ. ആ ക്വസ്റ്റ്യൻ എന്താ, കാൽക്കുലേറ്റ് ദ എമൗണ്ട് ഓഫ് ലൈം ഇൻ കിലോഗ്രാം. കിലോഗ്രാമിലാണ് നമുക്ക് ആൻസർ കിട്ടേണ്ടത്. ടു ന്യൂട്രലൈസ് 980 കിലോഗ്രാം ഓഫ് സൾഫ്യൂറിക് ആസിഡ്. ഒന്ന് ബേസാണ്, ഒന്ന് ആസിഡാണ്. ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര നമ്മളുടെ ലൈം വേണമെന്നാണ് ചോദിച്ചത്. കാൽസ്യം ഹൈഡ്രോക്സൈഡാണ് ഈ ലൈം എന്ന് പറഞ്ഞ സാധനം. ഓക്കെ, കാൽസ്യം ഹൈഡ്രോക്സൈഡ്.
അപ്പം നമ്മൾ ഓരോന്നായിട്ട് ചെയ്ത് നോക്കാം. ആദ്യം നമ്മൾ സൾഫ്യൂറിക് ആസിഡിൻ്റെ മോളാർ മാസ് ഒന്ന് എഴുതി നോക്കാം. H2SO4ൻ്റെ മോളാർ മാസ്. അതിൽ ഹൈഡ്രജൻ ഫസ്റ്റ് വരുന്ന ഹൈഡ്രജനാണ് അല്ലേ. ഫസ്റ്റ് വരുന്ന ഹൈഡ്രജനിൽ മോളാർ മാസ് 2 × 1 പ്ലസ് സൾഫറിൻ്റെ 32 പ്ലസ് ഓക്സിജൻ്റെ 16 അങ്ങനത്തെ 4. ഓക്കെ, 16 × 4 ചെയ്താൽ 64 പ്ലസ് 32 96 പ്ലസ് 2 98 എന്ന് വരും. അപ്പം 98 മോളാർ മാസ് ഓഫ് സൾഫ്യൂറിക് ആസിഡ്. അതവിടെ നോട്ട് ചെയ്ത് വെക്കാം. ഇനി നേരത്തെ ഞാൻ പറഞ്ഞു ലൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാൽസ്യം ഹൈഡ്രോക്സൈഡാണ്. കാൽസ്യം ഹൈഡ്രോക്സൈഡിൻ്റെ ഫോർമുല CaOH twice ആണ്. അപ്പം കാൽസ്യത്തിൻ്റെ 40 ഒരു കാൽസ്യം ആയതുകൊണ്ട് 40 × 1 പ്ലസ് 2 ഓക്സിജൻ അല്ലേ. ഇതിൻ്റെ മീനിങ് എന്താ വെച്ചാൽ 2 ഓക്സിജൻ 2 ഹൈഡ്രജനും ഉണ്ട്. അതാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ ഇവിടെ വേണമെങ്കിൽ ഇവിടെ 16 ഹൈഡ്രജനും 1 17 വരുന്നത് അല്ലേ. 17. അപ്പം നമുക്ക് 2 ഹൈഡ്രജൻ 2 ഓക്സിജൻ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ ഒരുമിച്ചിട്ട് അങ്ങോട്ട് എഴുതി നോക്കാം. അപ്പോൾ O2 ആണെങ്കിൽ 32 ഞാൻ അങ്ങനെ എടുക്കുന്നത് കേട്ടോ. 16 ഒരു ഓക്സിജൻ്റെ 2 ഓക്സിജൻ ഉള്ളതുകൊണ്ട് 32, ഒരു ഹൈഡ്രജൻ്റെ 1 അങ്ങനെ 2 ഹൈഡ്രജൻ ഉള്ളതുകൊണ്ട് 2. ഞാൻ ഡയറക്റ്റായിട്ട് എടുത്തതാണ്. ഓക്കെ, ഇനി 40 പ്ലസ് 32 പ്ലസ് 2. അപ്പോൾ 40 പ്ലസ് 32 72, 72 പ്ലസ് 2 74 എന്നാണ് വരുന്നത്. അപ്പോൾ 74 ഗ്രാമാണ് കാൽസ്യം ഹൈഡ്രോക്സൈഡിൻ്റെ മാസ് വരുന്നത് അല്ലേ, മോളാർ മാസ് വരുന്നത്. ഇനി നമ്മുടെ അടുത്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞത് എന്താ, 980 കിലോഗ്രാം ഓഫ് സൾഫ്യൂറിക് ആസിഡിനെ ന്യൂട്രലൈസ് ചെയ്യാൻ എത്ര എമൗണ്ട് ഓഫ് അല്ലെങ്കിൽ എത്ര മാസ് ഓഫ് ലൈം വേണമെന്നാണ് നമുക്ക് അവസാനം കിലോഗ്രാമിലാണ് ആൻസർ കിട്ടുന്നത്. ഇവിടെയൊക്കെ കണ്ട എല്ലാം ഗ്രാമിലാണ്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഗിവൺ മാസ് ഓഫ് സൾഫ്യൂറിക് ആസിഡ് ഗിവൺ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അങ്ങോട്ട് നോട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ ഗിവൺ മാസ് ഓഫ് സൾഫ്യൂറിക് ആസിഡ് ഇസ് ഈക്വൽ ടു 980 കിലോഗ്രാം. ഇതിന് നമുക്ക് ഗ്രാമിലേക്ക് മാറ്റണം. 980 കിലോഗ്രാമിനെ ഗ്രാമിലേക്ക് മാറ്റാൻ എന്താ ചെയ്യേണ്ടത്, 1 കിലോഗ്രാം ഇസ് ഈക്വൽ ടു 1000 ഗ്രാംസ് ആണ്. അപ്പോൾ 980 × 1000 എഴുതി വെക്കാം. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 980, അതിൻ്റെ കൂടെ ഒരു 3 0 കൂടി അങ്ങോട്ട് കൂട്ടിയിടാം. ഇത്രയും ഗ്രാംസായി. ഓക്കെ, ഇത്രയും ഗ്രാംസ് സൾഫ്യൂറിക് ആസിഡാണ് നമുക്ക് ന്യൂട്രലൈസ് ചെയ്യേണ്ടത്. ഇനി നമുക്കിങ്ങനെ ചെയ്താൽ പോരാ, നമുക്ക് എന്താ ചെയ്യേണ്ടത്, എത്ര മോൾസ് ഓഫ്, നമുക്ക് മോളാർ മാസൊക്കെ വേണം അല്ലേ, എന്നാൽ നമുക്ക് കറക്റ്റ് ഇത് കിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഗിവൺ മാസ് ഇത്രയും കിട്ടി. ഇനി ഇത് എത്ര മോൾസ് ഉണ്ടെന്ന് അറിയണ്ടേ, നമ്പർ ഓഫ് മോൾസ് എത്രയാണെന്ന് അറിയണം. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് ഇസ് ഈക്വൽ ടു, അപ്പോൾ നമ്മൾ ക്വസ്റ്റിൽ തന്നൊക്കെ നമ്മളിങ്ങനെ മാറ്റി മാറ്റി എഴുതി കൊണ്ടുവരാണ് കേട്ടോ, ഡയറക്റ്റ് ക്വസ്റ്റൻ അല്ല. നമ്പർ ഓഫ് മോൾസ് ഓഫ് H2SO4 is equal to given mass by molar mass. ഇത് ചെയ്താൽ മാത്രം നമുക്ക് എന്ത് കിട്ടുള്ളൂ, അതിൻ്റെ എത്ര മോൾസ് സൾഫ്യൂറിക് ആസിഡിൽ നിന്ന് കിട്ടുള്ളൂ. മോൾസ് കിട്ടിയാൽ മാത്രം നമുക്ക് STPയിലെ വോളിയം അറിയുള്ളൂ, ശരിയല്ലേ, എമൗണ്ട് കിട്ടുള്ളൂ. ഇനി ഗിവൺ മാസ് എത്രയാണ്, 980,000 മോളാർ മാസ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എത്രയാണ്, 98 ആണ്. അപ്പോൾ ഈ 98ൽ ഒരു പ്രാവശ്യം പോവും, ബാക്കിയുള്ള സീറോസ് അവിടെ കൂടെ ഇട്ടാൽ മതി. അപ്പം 10,000 മോൾസ് ഓഫ് എന്തുണ്ട്, H2SO4 ഉണ്ട്, 10,000 മോൾസ് ഉണ്ടെന്ന് കിട്ടി. ഓക്കെ, 10,000 മോൾസ് ഉണ്ട്. നമുക്ക് കിട്ടേണ്ടത് റിക്വയർഡ് മാസ് ഓഫ് കാൽസ്യം ഹൈഡ്രോക്സൈഡ് എത്ര വേണമെന്നാണ്. അപ്പം നമ്മളെന്താ ചെയ്യേണ്ടത്, വീണ്ടും നമ്മളുടെ ഇതേ ഇക്വേഷൻ യൂസ് ചെയ്യാം. മാസ് ഓഫ് കാൽസ്യം ഹൈഡ്രോക്സൈഡാണ് അല്ലേ, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്, മാസ് ഓഫ് കാൽസ്യം ഹൈഡ്രോക്സൈഡാണ്. കാരണം കാൽക്കുലേറ്റ് എമൗണ്ടാണ് ചോദിച്ചത്. മാസ് ഓഫ് കാൽസ്യം ഹൈഡ്രോക്സൈഡ്
ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ മാസ് ഓഫ് കാൽസ്യം ഹൈഡ്രോക്സൈഡ് നമ്മളുടെ ഫോർമുല എന്താ? നമ്പർ ഓഫ് മോൾസ്. ഇവിടെ നമുക്ക് 74 ഗ്രാമൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ് അല്ലേ? അപ്പം നമ്മളുടെ ഈ ഫോർമുല നമ്മൾ ഒന്നും കൂടി ഇവിടെ യൂസ് ചെയ്യാൻ പോവാണ്. നമ്പർ ഓഫ് മോൾസ് 1 മോളാണ് അവിടെ വരുന്നത്. 74 ഗ്രാം അവിടെ എഴുതിയിട്ടുണ്ട്. നമ്പർ ഓഫ് ഇത്രയും ഡീറ്റെയിൽ ചെയ്തണോ ഞാൻ ഡയറക്റ്റായിട്ട് പറഞ്ഞാൽ മതിയോ? അപ്പോൾ നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു മോളാർ മാസ് ആണ് വരുന്നത്. നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു മോളാർ മാസ്. ഓക്കെ, അതാണ് നമ്മളുടെ എന്ത് വരിക? അതിൻ്റെ മാസ് ഓഫ് കാൽസ്യം ഹൈഡ്രോക്സൈഡ് വരിക. നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു മോളാർ മാസ്. ഇത് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഇത് കിട്ടും. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് എത്രയാണ്? 10,000 മോൾസ് ആണ്. ഇൻറ്റു മോളാർ മാസ് എത്രയാണ്? 74 ആണ്. അപ്പം നമ്മൾ ഇൻറ്റു ചെയ്താൽ 74 ഫോളോഡ് ബൈ 3 zeros വന്ന് ഇത്രയും ആണ് മാസ്. ഇത്രയും ഗ്രാമാണ് വരുന്നത് അല്ലേ? ഇത്രയും ഗ്രാമാണ് വരുന്നത്. ഇത്രയും ഗ്രാം വന്നു. പക്ഷേ നമ്മളുടെ ആൻസർ ഏതിലാണ് പറഞ്ഞത്? കിലോഗ്രാമിൽ വരണം എന്ന് പറഞ്ഞത്. അപ്പം കിലോഗ്രാമിലാക്കണമെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി. ഇതിനെ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുക അല്ലേ? 1000 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ 3 സീറോവും ഇവിടെയുള്ള 3 സീറോവും കട്ടായി. അപ്പോൾ എത്ര കിലോഗ്രാം വേണം? 740 കിലോഗ്രാം വേണം. ഓക്കെ, ക്ലിയർ ആയല്ലോ? 740 കിലോഗ്രാം കാൽസ്യം ഹൈഡ്രോക്സൈഡ് വേണം 980 കിലോഗ്രാം ഓഫ് സൾഫ്യൂറിക് ആസിഡിനെ എന്ത് ചെയ്യാൻ? ന്യൂട്രലൈസ് ചെയ്യാൻ. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പം ഇതോടെ നമ്മളുടെ ചാപ്റ്റർ കഴിഞ്ഞു. ഇനി നമ്മളതിൻ്റെ ലെറ്റസ് അസസ് ചെയ്യും അടുത്ത വീഡിയോയിൽ. അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും തീർച്ചയായിട്ടും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു ഓൾ ഓഫ് യു.